ഹായ് ഫ്രണ്ട്സ്, സവാള വെച്ചിട്ടൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചെറിയൊരു സ്നാക്ക് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകൊക്കെ ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് സവാള തിന്നാക്കി അരിഞ്ഞത് കേട്ടോ. പിന്നെ കടലമാവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് സവാള അരിഞ്ഞതെല്ലാം മാറ്റുന്നുണ്ട്. അപ്പോൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. തിന്നാക്കി അരിയണം കേട്ടോ, എന്നാലേ സവാള കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ, നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഒരുപാട് അങ്ങ് ആയിപ്പോയി ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, മാവൊക്കെ ഇട്ടതിന് ശേഷം. പിന്നെ അടുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമുക്ക് ഇഷ്ടമുള്ള എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, ഒരുപാട് അങ്ങ് ഇടുന്നില്ല. ഇത് എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കും. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച ഗരം മസാലയാണ്, കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ തരും. പിന്നെ ഇത് കൂടാതെ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ഗരം മസാല മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ മാവ് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഒരുപാട് അല്ലെങ്കിൽ മിക്സ് ചെയ്തെടുത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ആയിരിക്കും, അതിൻ്റെ ഒരു റോ ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും സവാള. അതിനുശേഷം നമുക്ക് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കിയെടുക്കാം. കടലമാവ് ഇട്ട് കൊടുത്തിട്ട്, കടലമാവ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ആ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലമാവ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അത് കൂടിപ്പോവാനും പാടില്ല, ഒരുപാടങ്ങ് കുറയാനും പാടില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് നോക്കാം. ഞാൻ കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിക്കങ്ങ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര കട്ടിയായിപ്പോവും നമ്മുടെ വട. അപ്പോൾ ഞാനത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഫോൺ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കുഴക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും കുഴച്ചെടുത്തിട്ട് റെഡിയാക്കാം. അപ്പോൾ അത് മാവ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, അധികം ലൂസും അല്ല ഒരുപാട് തിക്കോ അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. കടായില്ല, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. ഞാനിപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലെടുക്കാം കേട്ടോ. ഞാനിപ്പം ചെറിയൊരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് പിന്നെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ എളുപ്പമാണ്. പിന്നെ നുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു ചെറുതാക്കി ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കടായി കണ്ടിട്ട് ആരും നോക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇത് ഒരുപാട് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ എണ്ണക്കടികളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് എണ്ണ ഒഴിച്ച് മുക്കിപ്പോയി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം അങ്ങനെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ പുറം ഭാഗം ഇങ്ങനെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വടക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ
എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പിന്നെ അതിൽ നിന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അങ്ങനെ വലിയൊരു സംഭവമൊന്നുമല്ല, എന്നാലും നമുക്കൊരു ഈവനിങ് സ്നാക്ക് പെട്ടെന്ന് ചായക്കൊന്നും കഴിക്കാനില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സവാള പിന്നെ ബാക്കിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം വേണ്ടു. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. വലിയൊരു സംഭവമൊന്നുമല്ല, എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് എടുത്തൊന്നേ ഉള്ളൂ. നമുക്ക് 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നിത് എടുത്തിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഉണ്ടാക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് മാറും. ഞാനത് മാറ്റിയിട്ടുണ്ട് പ്ലേറ്റിലോട്ട്. പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ഒണിയൻ വട റെഡി ആയിട്ടുണ്ട്. ഇത് പക്കോടാന്നോ ഒണിയൻ വട എന്ന് എന്ത് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒണിയൻ പക്കോട റെഡി.